dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! എത്തിപ്പോയി സാന്താക്ലോസ് എത്തിപ്പോയി. റിഗാലോ 2023 ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഒരിടം വരെ പോകാം. അതെവിടെയാണെന്നോ? ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക്. കേറി വാടാ മക്കളെ. പിന്നെ ഒരു കാര്യം, ആ പുൽക്കൂട്ടിൽ എത്തിച്ചേരണമെങ്കിൽ വചനത്തിലൂടെ കുറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ആദിമാതാപിതാക്കളിൽ തുടങ്ങി പഴയ നിയമത്തിലെ ആളുകളെയും സംഭവങ്ങളെയും നേരിൽ കണ്ട് പുതിയ നിയമത്തിന്റെ കേന്ദ്രമായ ഈശോയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. എന്നാൽ നമുക്ക് യാത്ര തുടങ്ങിയാലോ? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതാണല്ലോ നാം കാണുന്നത്. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മകുടമായി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ നാസാരന്ധ്രങ്ങളിൽ നിന്നും ജീവശ്വാസം സ്വീകരിച്ച ആദവും ഹവ്വായും പറുദീസയിൽ ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചതോടെ മാനവരാശി മുഴുവനും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വഴുതി വീണു. ആ സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ തുടങ്ങിയതാ മനുഷ്യന്റെ പതനം. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി മാറി. അങ്ങനെ ദൈവം ജീവജാലങ്ങളെയെല്ലാം നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു നീതിമാനെ അവിടുന്ന് മാറ്റി നിർത്തി. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ നോഹ. ദൈവമാർഗത്തിൽ ചരിച്ച അവനെയും അവനുള്ളവയെയും ദൈവം സംരക്ഷിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ച് നോഹയുണ്ടാക്കിയ പെട്ടകമാണ് ഇവിടെ കാണുന്നത്. ആ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സന്താന പരമ്പര വഴിയാണ് ഭൂമി മുഴുവനും വീണ്ടും മനുഷ്യവംശത്തെ കൊണ്ട് നിറഞ്ഞത്. ദൈവം നൽകുന്ന നന്മകളൊക്കെയും ക്ഷണനേരം കൊണ്ട് മറക്കുന്ന മനുഷ്യൻ എന്നും തിന്മയിലേക്ക് ചായ്വുള്ളവനാകയാൽ തൻ്റെ രക്ഷ അവന് നൽകുവാനായി ഒരു ജനതയെ തന്നെ വേർതിരിച്ചവനാണ് ദൈവം. ആ ജനതയ്ക്ക് പിതാവായ ദൈവം തിരഞ്ഞെടുത്തുയർത്തിയ ഒരുവനുണ്ട്. കർത്താവിന്റെ വാക്കുകേട്ട് തൻ്റെ ഏകപുത്രനെ പോലും ബലി കഴിക്കാൻ തയ്യാറായ അബ്രാഹാം.
വിശ്വാസത്തിൽ തലമുറകൾക്ക് പിതാവായി ഇന്നും അദ്ദേഹം നിലകൊള്ളുന്നു. പൂർവപിതാക്കന്മാരുടെ കൂട്ടത്തിൽ അബ്രാഹത്തോടൊപ്പം നാം അനുസ്മരിക്കുന്നവരാണ് ഇസഹാക്കും യാക്കോബും. ഇസ്രായേൽ എന്ന് ദൈവം പേര് ചൊല്ലി വിളിച്ച യാക്കോബിന്റെ സ്വപ്നവും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗോവണി, സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന മാലാഖമാർ, ഉന്നതത്തിൽ നിന്നും ഇസ്രായേലിന്റെ മേൽ അനുഗ്രഹം ചൊരിയുന്ന ദൈവം. ദേ, പിന്നെ ആ കാണുന്നത് യാക്കോബിന്റെ കിണറാണ് കേട്ടോ. ഇവിടെ നിന്നാണ് അവന്റെ സന്തതികളും ആടുമാടുകളുമെല്ലാം വെള്ളം കുടിച്ചിരുന്നത്. യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടിയതും ഈ കിണറ്റിൻകരയിലാണ് കേട്ടോ. ഈജിപ്തിൽ എത്തിച്ചേർന്ന യാക്കോബിന്റെ മക്കൾ വളർന്ന് വളർന്ന് വലിയ ജനതയായി മാറിയപ്പോൾ അവരുടെ ഉയർച്ച കണ്ട് ഭയന്ന ഫറവോ അവരെ അടിമകളാക്കി. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിന്റെ മോചനവും കാനാൻ നാട്ടിലേക്കുള്ള യാത്രയും ഇസ്രായേലിന്റെ പിന്നീടുള്ള ചരിത്രമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ മോശ. പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭമായും അത്ഭുതകരമായി തങ്ങളെ പരിപാലിച്ച ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ദൈവജനം ഇന്നിന്റെ നേർക്കാഴ്ചയാണ്. താൻ സ്വന്തമായി തെരഞ്ഞെടുത്ത ദൈവജനത്തെ തന്നോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന യാഹ്വേ മോശ വഴി 10 കൽപ്പനകൾ നൽകുന്നു. പിന്നീടിങ്ങോട്ട് പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ഇസ്രായേലിനെ ദൈവം നയിച്ചു. സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഇസ്രായേൽ ജനത്തിന്റെ പ്രതീക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകന്റെ ആഗമനമായിരുന്നു. അല്ല, ഞാനിങ്ങനെ പഴയ നിയമ ചരിത്രം പറഞ്ഞാൽ ഇന്നെങ്ങും നമ്മൾ ബെത്ലഹേമിൽ എത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കിനി വേഗം പുതിയ നിയമ സംഭവങ്ങളിലേക്ക് കടന്നു പോകാം.